ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏക സംസ്കാരമാക്കി മാറ്റുന്ന ദേശീയത ഭരണഘടനാനുസൃതമല്ലെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ. വിവാഹ ക്ഷണക്കത്ത് ശേഖരണത്തിൽ MK ലത്തീഫിന് ഗിന്നസ് ലോക റെക്കോർഡ്. വയനാട് ദുരന്തമുഖത്ത് കുഞ്ഞുങ്ങളുടെ സാന്ത്വനത്തിനായി പോയ അധ്യാപിക വിദ്യാർത്ഥിനികൾക്ക് കോഴിക്കോട്ട് ആദരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഏക സംസ്കാരമാക്കി മാറ്റുന്ന ദേശീയത ഭരണഘടനാനുസൃതമല്ലെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ ദേശീയതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എല്ലാ സംസ്കാരങ്ങളെയും ലയിപ്പിച്ച് ഏക സംസ്കാരമാക്കി മാറ്റുന്ന ദേശീയത നമ്മുടെ ഭരണഘടനാനുസൃതമായ ദേശീയതയല്ലെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. നമുക്ക് ഏകത എന്ന മനോഭാവം വേണം, പക്ഷേ അത് വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ടാവണം. നമ്മുടെ ഭരണഘടന അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. സറീന ട്രസ്റ്റ് സംഘടിപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ ദേശീയതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സംരക്ഷിക്കുന്ന, എല്ലാറ്റിനും ഇവിടെ നിലനിൽക്കാനുള്ള ഇടമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാനവികമായ, മതനിരപേക്ഷമായ ദേശീയതയാണ് നമ്മുടേത്. ഏക സംസ്കാരമാക്കി മാറ്റുന്ന ദേശീയത എന്ന് പറയുമ്പോൾ ഹിറ്റ്ലർ മുന്നോട്ട് വെച്ച ജർമ്മൻ ദേശീയത ഓർക്കേണ്ടതുണ്ട്. അത് ചരിത്രത്തിൽ എത്ര വലിയ ദുരന്തമായിരുന്നു. ഒന്നും അടിച്ചമർത്തിക്കൊണ്ടില്ലാതാക്കി നമുക്ക് മുന്നോട്ട് പോവാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയിലും അക്ഷരങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഭരണഘടനയാണ് നമ്മുടേത്. ബ്രിട്ടീഷുകാർ അവർക്ക് ഭരണഘടനയുണ്ട്, പക്ഷെ അത് അവർ എഴുതി വെച്ചിട്ടുമില്ല. അവിടെ അക്ഷരങ്ങളേ ഇല്ല. അപ്പൊ ഈ അക്ഷരങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി ഭരണഘടനയുടെ ചൈതന്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയും. ആ ചൈതന്യത്തിന് അനുസൃതമായി ജീവിക്കാൻ ഒരു ജനതയ്ക്ക് കഴിയുമ്പോഴാണ് അവർ ഭരണഘടനാപരമായ ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ കഴിയുക. പ്രൊഫസർ PK മുഹമ്മദ് അലി സ്വാഗതവും ഡോക്ടർ PM പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ കലാകാരന്മാരുടെ അവസ്ഥ ഏറെ ദയനീയമാണെന്നും വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് കലാകാരന്മാരെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടരുതെന്നും മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. നിപ 1, 2, 3 തവണ വന്നപ്പോഴും, കോവിഡ് വന്ന സമയങ്ങളിൽ, പ്രളയങ്ങൾ 2 പ്രളയം വന്നപ്പോഴും ഇവിടെയൊക്കെ ആദ്യം നിർത്തലാക്കുന്നത് ഈ പ്രോഗ്രാമുകളാണ്. കലാകാരന്റെ അവരുടെ വേദികളാണ് നിഷേധിക്കപ്പെടുന്നത്. അതുമൂലം ഇവിടെ വലിയൊരു വിഭാഗം കലാകാരന്മാർ ദാരിദ്ര്യത്തിൽ തന്നെയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ സർക്കാർ തല ഓണപരിപാടികളും കേരളത്തിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മലയാളി സംഘടനകളുടെ ഓണാഘോഷ പരിപാടികളും ഉപേക്ഷിക്കപ്പെടുമ്പോൾ കേരളത്തിലെ എല്ലാ മേഖലയിലുമുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുകയാണ് ചെയ്യുന്നതെന്ന് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഗീത കലാകാരന്മാർ, നാടക, നൃത്ത, നാടോടി കലാകാരന്മാർ, മേക്കപ്പ് കലാകാരന്മാർ, സ്റ്റേജ് ഡെക്കറേറ്റേഴ്സ്, സൗണ്ട്സ്, ഹാൾ ഓണർമാർ, LED സിസ്റ്റം ജോലിക്കാർ, ട്രാൻസ്പോർട്ടിംഗ് തൊഴിലാളികൾ തുടങ്ങി ആയിരക്കണക്കിന് കലാകാരന്മാരുടെ ഉപജീവന മാർഗമാണ് ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് അടയുന്നതെന്നും
ഓണാഘോഷ പരിപാടികളിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ MWA കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നൌഷാദ് അരീക്കോട്, സംസ്ഥാന പ്രസിഡന്റ് EK പ്രേമരാജൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ലോറൻസ് അനിൽരാജ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ വയനാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവാഹ ക്ഷണക്കത്ത് ശേഖരണത്തിൽ MK ലത്തീഫിന് ഗിന്നസ് ലോക റെക്കോർഡ്. 444 വെഡ്ഡിംഗ് കാർഡുകളാണ് പ്രദർശിപ്പിച്ചത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വെച്ച് MK ലത്തീഫിന് ലോക റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൈമാറി. ഏതാണ് വേഗത അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും മനോഹരമായ ചിത്രരചന? 24 മണിക്കൂർ എടുത്ത് ചിത്രങ്ങൾ വരയ്ക്കുന്നത്, 7 മണിക്കൂർ എടുത്ത് ചിത്രങ്ങൾ വരയ്ക്കുന്നത്, അങ്ങനെ പല മേഖലയിലും കൊടുക്കുന്ന ഈ ഗിന്നസ്, ഇത് നമുക്ക് പല മേഖലയിലും പല റെക്കോർഡുകളും ഉണ്ട്. പക്ഷെ ഗിന്നസിലേക്ക് എത്തിപ്പെടുന്ന പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹ ക്ഷണക്കത്ത് ശേഖരണ വിഭാഗത്തിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടി കോഴിക്കോട് നടക്കാവ് സ്വദേശി MK ലത്തീഫ്. നടക്കാവ് BA ട്രെയിനിംഗ് സെന്ററിൽ ഗിന്നസ് റെക്കോർഡിനായുള്ള പ്രദർശനം നടത്തിയിരുന്നു. ഗിന്നസ് ജഡ്ജിംഗ് പാനൽ പ്രതിനിധി മഞ്ചേരി സ്വദേശി ഗിന്നസ് സലീം പടവണ്ണയാണ് വിവാഹ ക്ഷണക്കത്ത് ശേഖരണത്തിൽ ഗിന്നസ് റെക്കോർഡിനായി അധികൃതർക്ക് വിവരങ്ങൾ കൈമാറിയത്. 2320 വിവാഹ ക്ഷണക്കത്തുകളാണ് ഇതിനായി ലത്തീഫ് ശേഖരിച്ചത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് സൗത്ത് പ്രസിഡന്റ് PCK രാജനും ഗിന്നസ് ബുക്ക് ജഡ്ജിംഗ് പാനൽ പ്രതിനിധി സലീം പടവണ്ണയും ചേർന്ന് ഗിന്നസ് സർട്ടിഫിക്കറ്റ് MK ലത്തീഫിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട് ദുരന്തമുഖത്തെ അനാഥ കുഞ്ഞുങ്ങളുടെ മനസ്സ് കീഴടക്കി മോണ്ടിസോറി അധ്യാപിക വിദ്യാർത്ഥിനികൾ മലയിറങ്ങി. വിവിധ ജില്ലകളിൽ നിന്നുമായി വയനാട്ടിലെ കുട്ടികൾക്ക് സാന്ത്വനമേകാൻ പോയ വിദ്യാർത്ഥിനികൾക്ക് കോഴിക്കോട്ട് ആദരമൊരുക്കി. സാമൂഹ്യനീതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ദുരന്തത്തിൽപ്പെട്ട് മാനസികമായി തകർന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനും ജീവിത നൈപുണ്യ പരിശീലനത്തിനുമാണ് കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിലെ പത്തനംതിട്ട, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ നിന്നുമുള്ള കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ മോണ്ടിസോറി പ്രിൻസിപ്പാൾമാരും വിദ്യാർത്ഥിനികളും മേപ്പാടിയിലെയും പരിസരത്തെയും 11ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയത്. കോഴിക്കോട്ട് നിന്നും 5 ദിവസം മുൻപ് പുറപ്പെട്ട ഇവർ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ക്യാമ്പുകളിലും കുട്ടികൾക്കായുള്ള കുട്ടിയിടങ്ങൾ കേന്ദ്രീകരിച്ച് ഗെയിം സോൺ അടക്കമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. തിരിച്ച് ചുരമിറങ്ങി തങ്ങളുടെ ജില്ലകളിലേക്ക് പോകുന്ന മോണ്ടിസോറി ടീച്ചർമാർക്ക് കോഴിക്കോട് നഗരത്തിൽ കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയുടെയും ഭദ്രതാ സ്വയം സഹായ സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊടുത്താലും ലഭ്യമാകാത്ത വലിയ അനുഭവം ഈ 4 ദിവസക്കാലത്തെ ആ മലമടക്കിൽ പോയി പ്രവർത്തിച്ച നിങ്ങളുടെ അനുഭവത്തിൽ വെച്ചുകൊണ്ട് കൂടുതൽ കർമ്മോത്സുകമായി മറ്റ് സാമൂഹ്യ ഇടപെടൽ നടത്താൻ ഈ അനുഭവം നിങ്ങൾക്ക് ഊർജമാകട്ടെ. അതിന് പിന്നിൽ ധാരാളം ആളുകൾ പ്രവർത്തിച്ചിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതിനൊക്കെ പ്രവർത്തിച്ച നല്ല മനസ്സുള്ള എല്ലാവരെയും അദ്ദേഹത്തിന്റെ ഭാഷയിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ക്യാമ്പംഗങ്ങൾക്ക് നഗരത്തിന്റെ ആദരപത്രം ഡെപ്യൂട്ടി മേയർ കൈമാറി. ദർശനം ഗ്രന്ഥശാല പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PK ശാലിനി, ഭദ്രതാ സ്വയം സഹായ സംഘം ജോയിന്റ് സെക്രട്ടറി MK സജീവ് കുമാർ, കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ കൊല്ലറക്കൽ സതീശൻ, അക്കാഡമിക് ഡയറക്ടർ രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി TK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥിനികൾ ക്യാമ്പ് അനുഭവങ്ങൾ സദസ്സുമായി പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
the real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാലിന്യം കൊണ്ട് പൊറുതിമുട്ടുന്ന നാട്ടിൽ മാലിന്യത്തെ മറികടക്കാൻ പദ്ധതിയുമായി വിദ്യാർത്ഥികൾ. ഹരിത ഭവനം പദ്ധതിയാണ് ഓരോ സ്കൂളുകളിലും വീടുകളിലും നടപ്പാക്കുന്നത്. പദ്ധതി നടത്തിപ്പിനായി ഹൈസ്കൂൾ അധ്യാപകർക്കായി ശില്പശാല നടത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഹരിതഭവനം പദ്ധതിയിലാണ് വിദ്യാർത്ഥികൾ മാലിന്യത്തിനെതിരെ മുന്നിട്ടിറങ്ങുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനായി വിളിച്ചു ചേർത്ത താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാതല ഹൈസ്കൂൾ അധ്യാപകരുടെ ശില്പശാല കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാല പ്രശ്നങ്ങളിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാണേണ്ട ഒരു കാര്യമാണ് മാലിന്യ സംസ്കരണം. ഈ വാക്ക് ഉച്ചരിക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ആമയിഴാൻ ചോറിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. താമരശ്ശേരി BPC VM മെഹർ അലി, ഫൗണ്ടേഷൻ സെക്രട്ടറി ZA സൽമാൻ, ട്രഷറർ M ഷഫീഖ്, T റിയാസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാബു പറമ്പത്ത് ശില്പശാല നയിച്ചു. ഹരിതഭവനം സൃഷ്ടിച്ച് മാതൃകയായ 3ാം ക്ലാസ്സുകാരി ദേവിക ദീപക് തന്റെ അനുഭവങ്ങൾ വിവരിച്ചു. T റിയാസുദ്ദീൻ കോർഡിനേറ്ററും ഓരോ ഉപജില്ലയിൽ നിന്നും ഓരോ അധ്യാപകൻ അംഗങ്ങളുമായ വിദ്യാഭ്യാസ ജില്ലാ സമിതിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ ഖാദി ഓണം മേള 2024 സെപ്റ്റംബർ 14 വരെ നടക്കും. ഓഗസ്റ്റ് 13 MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ആകർഷകമായ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളിച്ച മേളയിൽ വില കിഴിവുകളും വായ്പാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 14 വരെ ഉള്ള റിബേറ്റ് മേളയാണ്. ആദ്യ തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ഉണ്ട്. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന ഖാദി ഓണം മേള 2024 ഉദ്ഘാടനം MP MK രാഘവൻ ഓഗസ്റ്റ് 13 മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ നിർവഹിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ നടത്തിയിരിക്കുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. ഓണം മേളയോടനുബന്ധിച്ച് ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ വീതം ലഭിക്കും. ജില്ലാടിസ്ഥാനത്തിൽ ആഴ്ചതോറും നടത്തുന്ന നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനമായി 5000 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണും, 2ാം സമ്മാനമായി 3000 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണും, 3ാം സമ്മാനമായി 1000 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റും, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥകളിലൂടെ സാധനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള അവസരവും ഓണം ഖാദി മേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് KK മുരളീധരൻ, വൈസ് പ്രസിഡന്റ് GM സിജിത്ത്, സെക്രട്ടറി P വിശ്വൻ, ട്രഷറർ MK ശ്യാം പ്രസാദ്, എംപോറിയം മാനേജർ K വിനോദ് കുമാർ, അസിസ്റ്റന്റ് മാനേജർ രാജേഷ് A എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബുദ്ധിപരിമിതരായ SSLC +2 പരീക്ഷാ വിജയികളെ ആദരിച്ച് പരിവാർ. ജില്ലാ വാർഷിക സമ്മേളന വേദിയിലാണ് 37 മിടുക്കർക്ക് അനുമോദനം നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ 37 പേർ മറികടന്നത് ജീവിതത്തിന്റെ ഗതി മാറ്റുന്ന 2 കടമ്പകളായിരുന്നു. 10ാം ക്ലാസും +2വും. മികച്ച വിജയം നേടിയ മക്കൾ നിഷ്കളങ്കമായ ചിരിയോടുകൂടി വേദിയിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങിയപ്പോൾ അച്ഛനമ്മമാരോടൊപ്പം സദസ്സിലിരുന്ന ഓരോരുത്തരുടെയും കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ജില്ലാ പരിവാർ വാർഷിക സമ്മേളനത്തോടൊപ്പം ഈ വർഷം SSLC +2 പരീക്ഷകൾ വിജയിച്ച ബുദ്ധിപരിമിതരായ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു. ജില്ലയിൽ +2 തലത്തിൽ 22 പേരും SSLC തലത്തിൽ 15 പേരുമാണ് പരീക്ഷ എഴുതി വിജയം കൈവരിച്ചത്. നാഷണൽ പരിവാറിന് അതിന് NCPO എന്നാണ് പറയുന്നത്, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് പാരന്റ്സ് ഓർഗനൈസേഷൻസ് ആണ് പരിവാർ. NCPOയില് 315-ലധികം
രക്ഷാകർതൃ സമിതികളുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും, എല്ലാ യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും ഉള്ള പ്രതിനിധികൾ അടങ്ങിയിരിക്കുന്ന ഒരു യൂണിറ്റാണ് വാസ്തവത്തിലെ നാഷണൽ പരിവാർ എന്ന് നമ്മൾ പറയുന്നത്. ആ പരിവാറിന്റെ ഒരു ഭാഗമാണ് കേരള പരിവാർ. അതിനുള്ള യൂണിറ്റാണ് നിങ്ങളൊക്കെ നിൽക്കുന്ന കോഴിക്കോട് ജില്ലാ പരിവാർ. കോഴിക്കോട് ജില്ലാ പരിവാറിന് ഇന്നിവിടെ എത്തിച്ചേരിക്കുന്ന പ്രതിനിധികൾ ഓരോ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും പ്രതിനിധി എത്തിയിരിക്കുന്നവരാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക നീതി ഓഫീസർ അഞ്ജു മോഹൻ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ മാസ്റ്റേഴ്സ് കേരള കുടുംബ സംഗമവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. സന്തോഷ് ട്രോഫി ലക്ഷദ്വീപ് കോച്ച് ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കോഴിക്കോട്ടെ ഫുട്ബോൾ കളിക്കാരുടെ കൂട്ടായ്മയായ മലബാർ മാസ്റ്റേഴ്സ് കേരള കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ആശീർവാദ് ലോൺസിൽ നടന്ന പരിപാടി യൂണിവേഴ്സൽ സോക്കർ അക്കാദമി ഡയറക്ടറും സന്തോഷ് ട്രോഫി ലക്ഷദ്വീപ് കോച്ചുമായ ദീപക് ഉദ്ഘാടനം ചെയ്തു. പഴയകാല സന്തോഷ് ട്രോഫി താരങ്ങളായ അഷ്റഫ് ഊട്ടി, അഷ്റഫ് ടൈറ്റാനിയം, സുമൻ ടൈറ്റാനിയം, കേരള സന്തോഷ് ട്രോഫി കീപ്പിംഗ് കോച്ച് ഹർഷൽ റഹ്മാൻ, മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി, റിട്ടയർഡ് DIG ചന്ദ്രൻ, പ്രവീൺ തളിയിൽ, ഗഫൂർ എന്നിവർ സംസാരിച്ചു. 200ഓളം പഴയകാല ഫുട്ബോൾ താരങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അനുശോചന പ്രാർത്ഥനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അരയടുത്തുപാലം ആർവിയോൺസ് ഫിസിക് ഡിസൈനേഴ്സും റോട്ടറിയും ചേർന്ന് സൗജന്യ യോഗ ക്ലാസ് നടത്തും. ഓഗസ്റ്റ് 17 മുതലാണ് 60 വയസ്സ് കഴിഞ്ഞവർക്കായി യോഗ പരിശീലനം നടത്തുകയെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമുള്ള മാനസിക പിരിമുറുക്കം ഒഴിവാക്കുക, ഒപ്പം നമ്മുടെ ആരോഗ്യം നിലനിർത്തുക, നല്ല മനസ്സോടെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചിന്താഗതി എല്ലാവരും ഉണ്ടാക്കുക എന്നുള്ളൊരു ആശയം വെച്ചിട്ടാണ് നമ്മൾ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ യോഗ ഓൺലൈൻ പഠിപ്പിക്കണം എന്നുള്ള ആശയമായിട്ട് വന്നിട്ടുള്ളത്. ആർവിയോൺസ് ഇന്റർനാഷണലും റോട്ടറി ക്ലബ്ബ് സൗത്തും സംയുക്തമായി സൗജന്യ യോഗ പഠനം യോഗ at 60 സംഘടിപ്പിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 60 വയസ്സ് മുതൽ പുരുഷന്മാർക്കും വനിതകൾക്കും 41 ദിവസത്തെ യോഗ പഠനം നൽകുന്ന പദ്ധതി ഓഗസ്റ്റ് 17 മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 16-ന് അരയടത്തുപാലം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തിക്കുന്ന ആർവിയോൺസിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും റോട്ടറി ക്ലബ്ബ് സൗത്ത് പ്രസിഡന്റ് PCK രാജൻ, ആർവിയോൺസ് ചെയർമാൻ രഞ്ജിത്ത് ആർവിയോൺസ്, CEO നിഷ രഞ്ജിത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താൻ നൽകിയ അപകീർത്തി കേസിൽ അനുകൂല കോടതി വിധി വന്നതായി ചാത്തമംഗലം വെള്ളലശ്ശേരി എരഞ്ഞിക്കൽ മൂസക്കുട്ടി ഹാജി. പട്ടികജാതിക്കാരന്റെ ഭൂമി കയ്യേറി മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന ആരോപണത്തിനെതിരായാണ് കേസ് കൊടുത്തത്. പ്രതികൾക്ക് കോടതി തടവ് ശിക്ഷ വിധിച്ചതായും മൂസക്കുട്ടി ഹാജി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവർക്ക് അനുകൂലമായ രേഖ ഉണ്ടാക്കി കൊടുത്ത അന്നത്തെ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്കെതിരെ
റവന്യൂ വിഭാഗം സെക്രട്ടറി നടപടിയെടുത്തിട്ടുണ്ട് എന്ന് ആ ലെറ്റർ എനിക്ക് അഡീഷണൽ സെക്രട്ടറി അയച്ചതുണ്ട്. എനിക്കെതിരായിട്ട് മാനായി ഉണ്ടാക്കുന്നില്ല. ഞാൻ പണ്ട് പഞ്ചായത്തിൽ ഓരോ ബിസിനസ്സുകാർ നടത്തുന്നതാണ്. അവരുടെയൊക്കെ എന്നെ പറ്റി മോശം അഭിപ്രായം ഉണ്ടായി, അതിന് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാനാനിക്ക് കൈ കൊടുത്ത് വരാതെയാണ് അതൊരു പ്രാധാന്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന പറ്റിക്കാനാണ്. പട്ടികജാതിക്കാരന്റെ ഭൂമി കയ്യേറി മരങ്ങൾ മുറിച്ചു കടത്തിയതായി അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച പട്ടികജാതി പട്ടികവർഗ ഐക്യവേദി സംസ്ഥാന ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ ഉൾപ്പെടെ 3 പേർക്ക് കോടതി തടവ് ശിക്ഷ വിധിച്ചതായി ചാത്തമംഗലം വെള്ളരശ്ശേരി സ്വദേശി മൂസക്കുട്ടി ഹാജി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി വർഗ ഐക്യവേദി സംസ്ഥാന ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് ഗംഗാദേവി, വെള്ളരശ്ശേരി സ്വദേശി വേലായുധൻ എന്നിവരെയാണ് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 6 മാസത്തേക്ക് തടവ് ശിക്ഷ നൽകി ശിക്ഷിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച് വാർത്താസമ്മേളനം നടത്തുകയും സമൂഹമധ്യത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് കാണിച്ച് താൻ കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ അപകീർത്തി കേസിലാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നതെന്നും മൂസക്കുട്ടി ഹാജി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കാലിക്കറ്റ് ആർട്ടിസ്ട്രി ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോ ആരംഭിച്ചു. അമൂല്യമായ ആഭരണങ്ങളുടെ ആകർഷകമായ പ്രദർശനം ഫ്യൂച്ചർ ബ്രൈഡൽ കസ്റ്റമേഴ്സ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെന്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കാലിക്കറ്റ് ആർട്ടിസ്ട്രി ഷോറൂമിൽ അമൂല്യമായ ആഭരണങ്ങളുടെ ആർട്ടിസ്ട്രി ഷോ. ആർട്ടിസ്ട്രിയിലെ ഓരോ ആഭരണവും കാൽപ്പനികതയുടെയും കരവിരുതിന്റെയും കയ്യൊപ്പ് ചാർത്തുന്നവയാണ്. ഇന്ത്യയിലെ വിദഗ്ധരായ പാരമ്പര്യ കലാകാരന്മാരുടെ പരിശ്രമ ഫലമാണ് ആർട്ടിസ്ട്രിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ ആഭരണവും. നൂറ്റാണ്ടുകളായി പല രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വരുന്നതും പൗരാണിക കാലത്ത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതുമായ അമൂല്യമായ ആഭരണങ്ങളുടെ സാന്നിധ്യം ഈ പ്രദർശനത്തെ വേറിട്ട് നിർത്തുന്നു. പരമ്പരാഗത ശില്പചാതുരിയിൽ നിർമ്മിച്ചതും സമകാലിക മാതൃകയിൽ രൂപകൽപ്പന ചെയ്തതുമായ ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ആർട്ടിസ്ട്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സബ് ബ്രാൻഡുകളായ മൈൻഡ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻ, എത്നിക് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി കളക്ഷൻ, പ്രഷ്യസ് ജെം ജ്വല്ലറി കളക്ഷൻ, വിറാസ് റോയൽ പൊൾക്കി ജ്വല്ലറി, കാഷ്വൽ ജ്വല്ലറി, സ്റ്റാർലെറ്റ് കിഡ്സ് ജ്വല്ലറി കളക്ഷൻ എന്നിവയിലെ പ്രത്യേകം തിരഞ്ഞെടുത്ത ശ്രേണി ആർട്ടിസ്ട്രിയുടെ പ്രത്യേകതയാണ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് രാജ്യത്ത് എവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് ഈടാക്കുന്നത്. 100% പരിശുദ്ധമായ HUID ഹാൾമാർക്കിംഗ് ആഭരണങ്ങളാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ വിൽപ്പന നടത്തുന്നത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന് നിലവിൽ 13 രാജ്യങ്ങളിലായി 350 ഷോറൂമുകളുണ്ട്. കമ്പനിയുടെ ലാഭത്തിന്റെ 5% സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏക സംസ്കാരമാക്കി മാറ്റുന്ന ദേശീയത ഭരണഘടനാനുസൃതമല്ലെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ. വിവാഹ ക്ഷണക്കത്ത് ശേഖരണത്തിൽ MK ലത്തീഫിന് ഗിന്നസ് ലോക റെക്കോർഡ്. വയനാട് ദുരന്തമുഖത്ത് കുഞ്ഞുങ്ങളുടെ സാന്ത്വനത്തിനായി പോയ അധ്യാപിക വിദ്യാർത്ഥിനികൾക്ക് കോഴിക്കോട്ട് ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.